പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാഗ്പൂരിൽ RSS ആസ്ഥാനം സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി വർഷപ്രതിപദ ദിനത്തിൽ സംഘസ്ഥാപകൻ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തും. തുടർന്ന് മാധവ നേത്രാലയ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഗൗതമിലേക്ക് പോകുകയാണ്. ഗൗതം, പ്രധാനമന്ത്രിയുടെ RSS ആസ്ഥാനത്തെ സന്ദർശനത്തെ അതിനോട് പ്രതികരിച്ച മഹത് വ്യക്തിത്വങ്ങൾ നമ്മളോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന പടർന്നു പന്തലിച്ച ഒരു വൃക്ഷം അതിൻ്റെ വേരുകൾ തേടി പോകുന്നു എന്നേ കാണേണ്ടതുള്ളൂ എന്നാണ്. അതായത് ഒരു സ്വയം സേവകനെ രാജ്യത്തിന് ഗുണകരമാകുന്ന രീതിയിൽ എങ്ങനെ വളർത്തിയെടുക്കണം, മൂല്യങ്ങളെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കണം എന്ന് കൃത്യമായി സംഘത്തിന് അറിയാം. ശാഖകൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്നു. അതിലൂടെ ഒരു സ്വയം സേവകൻ വളർന്ന് രാജ്യത്തിൻ്റെ പ്രധാന സേവകനാകുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിനം അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് തന്നെ പറയുകയുണ്ടായി. ശരിക്കും അങ്ങനെ തന്നെയല്ലേ ഗൗതം? കാരണം എല്ലാ സ്വയം സേവകർക്കും ആനന്ദ ദിനമാണ്. പ്രത്യേകിച്ച് ഒരു സ്വയം സേവകൻ സംഘത്തിലൂടെ വളർന്ന് രാജ്യത്തെ പ്രധാന സേവകനായി തിരികെ അദ്ദേഹത്തെ വളർത്തിയെടുത്ത മൂല്യങ്ങൾ വളർത്തിയെടുത്ത വസതിയിലേക്ക് തിരികെ എത്തുന്ന പ്രതീതി മനസ്സിന് ആനന്ദം നൽകുന്ന ആ കാഴ്ച തന്നെ ആയിരിക്കില്ലേ ഇന്ന് നാഗ്പൂരിൽ ദൃശ്യമാകുന്നത്? രോഹിണിയും അത് തന്നെയാണ്. അതായത് സംഘത്തിന്റെ സ്ഥാപകനായ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാറിന്റെ ജന്മദിനത്തിൽ ഈ വർഷപ്രതിപദിയുടെ പവിത്രമായ സുദിനത്തിലാണ് ഈ കാഴ്ച നാഗ്പൂരിൽ നിന്ന് റേഷൻ ബാഗിൽ നിന്നും സ്വയം സേവകർ കാണുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും ആനന്ദമുണ്ടാക്കുന്ന കാഴ്ച. പ്രത്യേകിച്ച് റേഷൻ ബാഗിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഓരോ സ്വയം സേവകനും അങ്ങേയറ്റം മനസ്സിൽ ആനന്ദവും ആത്മാഭിമാനവും ഉയരുന്ന ഒരു നിമിഷമാണ്. ഇവിടുത്തെ കാഴ്ചകൾ അവരുടെ കണ്ണിന് കുളിർമയേകുന്നതാണ്. കാരണം സംഘത്തിന്റെ തൃതീയ സംഘശിക്ഷാ വർഗ് നടക്കുന്നത് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്താൻ പോകുന്ന ഈ കാര്യാലയത്തിന് മുന്നിലെ വിശാലമായ മൈതാനത്താണ്. വൈകുന്നേരം ഇന്നിവിടെ വർഷപ്രതിപദ നടക്കാൻ പോവുകയാണ്. സംഘത്തിന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതാണ് ഇന്നിപ്പോൾ ഭൗതിക നടത്താൻ പോകുന്നത് വൈകിട്ട് നടക്കുന്ന വർഷപ്രതിപദയുടെ ചടങ്ങിൽ. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ സുദിനത്തിൽ ഭാരതത്തിന്റെ പ്രധാന സേവകൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് എത്തുന്നു. അദ്ദേഹത്തിന് വളരെ സുപരിചിതമാണ്. അദ്ദേഹത്തെ നരേന്ദ്രമോദി എന്ന ലോക നേതാവായി വളർത്തുന്നതിൽ ഏറ്റവും സുപ്രധാന പങ്ക് വഹിച്ച മഹാപ്രസ്ഥാനത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മാതൃകാ പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനത്തേക്കാണ് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം എത്താൻ പോകുന്നത്. നമുക്കറിയാം, നരേന്ദ്രമോദി എന്ന നേതാവ് അദ്ദേഹം മുൻപ് അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രത്തെ പറ്റി എഴുതിയിട്ടുള്ളവരും അദ്ദേഹവും വിവരിക്കുന്ന ഘട്ടത്തിലൊക്കെ നരേന്ദ്രമോദിയുടെ ജീവിതത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം എത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ഘടകമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിലെ ദേശീയ വികാരത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഈ മഹത്തായ പ്രസ്ഥാനം എത്രത്തോളം വലിയ പങ്ക് വഹിച്ചു എന്നതിന് ഒപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, നേരത്തെ കാബ സുരേന്ദ്രൻ ജി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തരം ലക്ഷക്കണക്കിന് നരേന്ദ്രമോദിമാരെ ശാഖയിലൂടെ രൂപപ്പെടുത്തലാണ് സംഘത്തിന്റെ ദൗത്യം. പലരും ചോദിക്കാറുണ്ട് സംഘം എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന്റെ ഒറ്റ ഉത്തരം ശാഖ എന്നുള്ളതാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മുതിർന്ന കാര്യകർത്താക്കളെല്ലാം കൃത്യമായി അവർ ഏത് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും അന്വേഷിക്കുന്നത് അവിടുത്തെ നിത്യശാഖകളെ പറ്റിയാകും. കാരണം രാഷ്ട്രീയ സ്വയംസേവക സംഘം 100 വർഷം പൂർത്തീകരിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം 925-ലും അതിന് മുൻപുമൊക്കെ ആരംഭിച്ച ധാരാളം സംഘടനകൾ നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ ആ സംഘടനകളൊക്കെ ഏതാണ്ട് ഒരു 50 വർഷം പോലും തികയ്ക്കുന്നതിന് മുമ്പ് പല കഷ്ടമായി വിഭജിക്കപ്പെടുകയും A മുതൽ Z വരെയുള്ള പേരുകളിൽ അത് അറിയപ്പെടുകയും വിവിധ ഗ്രൂപ്പുകളാക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഘട്ടത്തിലാണ് 925-ൽ ഡോക്ടർ ജി ഈ പവിത്രമായ മണ്ണിൽ നിന്നും രൂപീകരിച്ച പ്രസ്ഥാനം ഇന്നിപ്പോൾ ശതാബ്ദിയിലേക്ക് കടക്കുന്നു. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിത്യശാഖകൾ തന്നെയാണ്. കാരണം രാഷ്ട്രീയ സ്വയംസേവക സംഘം മാത്രമാകും ഒരുപക്ഷെ എല്ലാ ദിവസവും അതിൻ്റെ പ്രവർത്തകർ പരസ്പരം കാണുകയും സംഘടനാ കാര്യക്രമത്തിൻ്റെ ഭാഗമാകുകയും ചെയ്യുന്ന ഒരുപക്ഷെ ലോകത്തിലെ ഏക സംഘടന RSS ആണ്. അതുതന്നെയാണ് RSSന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ബാക്കി ലക്ഷക്കണക്കിന് സംഘടനകൾ നമ്മുടെ ലോകത്തുണ്ടെങ്കിലും അതിൻ്റെ പ്രവർത്തകർ എല്ലാ ദിവസവും ഒരുപക്ഷെ ഒരു സ്ഥലത്ത് ഒത്തുചേരുകയോ ആ സംഘടനയുടെ ആശയങ്ങൾ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നൊരു സാഹചര്യമില്ല. പക്ഷേ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിത്യശാഖകൾ തന്നെയാണ് സംഘശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സംഘത്തിന് വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യാൻ കഴിയുന്നത്. അത് പ്രകൃതി ദുരന്തമാണെങ്കിൽ നമ്മൾ ഈയിടെ കണ്ടതാണ്, കഴിഞ്ഞ വയനാട് ദുരന്ത സമയത്ത് സേവാഭാരതിയുടെ പ്രവർത്തകർ ഒരു ദുരന്തമുണ്ടായി എന്ന് പറയുമ്പോൾ വളരെ വേഗത്തിൽ അവിടേക്ക് ശരവേഗത്തിൽ കുതിച്ചെത്തി ഇത് കണ്ട് ഞെട്ടി നിൽക്കാതെ ആ ദുരന്ത മുഖത്തേക്ക് ഇവർ പാഞ്ഞിറങ്ങുകയാണ്. ട്രൗസർ ധരിച്ച് സംഘ
സംഘത്തിന്റെ ഗണവേഷം അല്ലെങ്കിൽ ശാഖാവേഷം ധരിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ഇവർ ദുരന്തമുഖത്തേക്ക് എങ്ങനെ ഇവർക്ക് ഇറങ്ങാൻ സാധിക്കുന്നു? അപ്പോൾ ഈ സംഘത്തിന്റെ ആശയങ്ങളെ എതിർക്കുന്നവർ പോലും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് എങ്ങനെയാണ് സാധിക്കുന്നത്? ഈ പട്ടാള രീതിയിൽ വളരെ വേഗത്തിൽ എങ്ങനെയാണ് ഈ മിഷനറി മുന്നോട്ട് പോകുന്നത്? അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഈ സംഘടനയുടെ എല്ലാ ദിവസവും നടക്കുന്ന ശാഖകൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ദുരന്തമുഖത്ത് മാത്രമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ ജവഹർലാൽ നെഹ്റു റിപ്പബ്ലിക് ദിന പരേഡിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഭാരതത്തിലെ ഒരു സാംസ്കാരിക സംഘടന 1963 റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി എന്ന് പറയുമ്പോൾ വെറുതെ റിപ്പബ്ലിക് ദിനത്തിൽ വന്നോളൂ പങ്കെടുത്തോളൂ എന്ന് പറയില്ലല്ലോ. പ്രത്യേകിച്ച് നെഹ്റുവിനെ പോലെ ഒരു RSS വിരുദ്ധൻ അങ്ങനെ ചെയ്തതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 1962 ഇന്ത്യ ചൈന യുദ്ധ സമയത്ത് ഭാരതത്തിൻ്റെ സൈന്യത്തെ സഹായിക്കാൻ യുദ്ധഭൂമിയിൽ സ്വയം സേവകർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനാലാണ് നെഹ്റുവിനെ പോലെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ വിമർശിച്ചിരുന്ന RSSനെ എങ്ങനെയൊക്കെ ഇല്ലാണ്ടാക്കാം എന്നതിനെപ്പറ്റി ഗവേഷണം ചെയ്തിരുന്ന ജവഹർലാൽ നെഹ്റു 1963 റിപ്പബ്ലിക് ദിന പരേഡിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ ക്ഷണിക്കുകയും 4000-ഓളം സ്വയം സേവകർ ഭാരതത്തിൻ്റെ സൈന്യത്തിനൊപ്പം രാജ്പഥിൻ്റെ രാജവീതിയിലൂടെ മാർച്ച് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ദുരന്തമുഖത്തും യുദ്ധമുഖങ്ങളിലും സേവനത്തിൻ്റെ സ്ഥലങ്ങളിലുമെല്ലാം സ്വയം സേവകർ എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിത്യശാഖകളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും ഒടുവിൽ കർണാടകയിലെ ബംഗളൂരുവിൽ നടന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ അഖില ഭാരതീയ പ്രതിനിധി സഭയുടെ കണക്ക് പ്രകാരം 83,000-ഓളം നിത്യശാഖകളാണ് നടക്കുന്നത്. അതിൽ കൂടുതലുണ്ട്. ഏതാണ്ട് 1,27,000-ന് സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ മറ്റു രീതിയിൽ, അതായത് ശാഖ എന്ന് പറയുമ്പോൾ നിത്യശാഖ മാത്രമല്ല, അതുകൂടാതെ ആഴ്ചയിൽ ഒരിക്കൽ നടക്കുന്ന മിലനുണ്ട്, മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന സംഘമണ്ഡലി പോലെയുള്ള കാര്യങ്ങളുണ്ട്. അത് കൂടാതെ നിത്യശാഖ എല്ലാ ദിവസവും നടക്കുന്ന ശാഖയുടെ എണ്ണം 83,000-ആണ്. അത് കഴിഞ്ഞ ഒരു വർഷത്തിൽ 10,000 ശാഖകളാണ് വർദ്ധിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ അഖില ഭാരതീയ പ്രതിനിധി സഭയുടെ സമയത്ത് നിത്യശാഖകളുടെ എണ്ണം 73,000 ആയിരുന്നുവെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നിത്യശാഖകൾ പുതിയതായി ആരംഭിച്ചത് 83,000-ആയി ഉയർന്നിരിക്കുന്നു. അതായത് 10,112 നിത്യശാഖകളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വർദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഒരു വർഷത്തിനിടയിൽ ഇത്രയും ശാഖകൾ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും സംഘത്തിൻ്റെ പ്രവർത്തനം എത്രത്തോളം വേഗത്തിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിക്കുന്നത് എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. അതിനാൽ സംഘത്തിൻ്റെ ശാഖ തന്നെയാണ് ഈ സംഘടനയുടെ അടിസ്ഥാനപരമായ ഘടകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹം തൻ്റെ 8ാമത്തെ വയസ്സിൽ സംഘത്തിന്റെ ബാലശാഖയിലേക്ക് എത്തിയ വ്യക്തിയാണ്. 1950 സെപ്റ്റംബർ മാസം 17-ാം തീയതിയാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ മെഹസാന ജില്ലയിലെ വട്നഗറിൽ ജനിക്കുന്നത്. അതിനു മുൻപ് തന്നെ മെഹസാനയിൽ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ഗുജറാത്തിൽ തന്നെ സംഘപ്രവർത്തനം ആരംഭിക്കുന്നത് 1934 കാലത്താണ്. പിന്നീട് 1938 ലക്ഷ്മൺ റാവു ഇനാംദാർ എന്ന് പറയുന്ന നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഗുരുവായി കാണുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വളർച്ചയിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചു എന്ന് പറയുന്നത് ലക്ഷ്മൺ റാവു ഇനാംദാർ. അദ്ദേഹം പിന്നീട് ഗുജറാത്തിന്റെ വിഭാഗ് പ്രചാരകയൊക്കെ വരുന്നുണ്ട്. ഏതായാലും 1944 കാലത്ത് തന്നെ നിലവിൽ മെഹസാനയിൽ, അതായത് മെഹസാനയിലെ വട്നഗർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്രാമത്തിൽ സംഘപ്രവർത്തനം ആരംഭിച്ചിരുന്നു. അത് മഹാരാഷ്ട്രയിൽ നിന്നും അന്ന് ഗുജറാത്തിലെ മെഹസാനയിൽ അധ്യാപക ജോലിക്കായി എത്തിയിരുന്ന ഒരു സ്വയം സേവക്, അദ്ദേഹത്തിൻ്റെ പേര് ബാബുഭായ് നായിക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണ് ഗുജറാത്തിലെ ഈ മെഹസാന എന്ന് പറയുന്ന ജില്ലയിലെ വട്നഗർ എന്ന് പറയുന്ന നരേന്ദ്രമോദിജിയുടെ കുഞ്ഞു ഗ്രാമത്തിൽ സംഘപ്രവർത്തനം തുടങ്ങുന്നത്. അങ്ങനെ 1944 ഈ വട്നഗറിൽ ശാഖയുണ്ട്. 1950 നരേന്ദ്രമോദി ജനിക്കുന്നു. അതിനുശേഷം പിന്നീട് 1958 ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ 8ാമത്തെ വയസ്സിലാണ് ബാലസ്വയം സേവകായി നരേന്ദ്രമോദി അദ്ദേഹം ഒരു ദീപാവലി ദിനത്തിൽ ആ മെഹസാനയിലെ ശാഖയിലേക്ക് എത്തിയ പുണ്യജന്മങ്ങളിൽ ഒരാൾ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹം എല്ലാ ദിവസവും ഈ ശാഖയിൽ പോകുമായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, നരേന്ദ്രമോദിക്കൊപ്പം കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ച മെഹസാനയിലെ കുട്ടികളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം എഴുതിയിട്ടുള്ള ചരിത്രകാരന്മാരും ഒക്കെ ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹം തൻ്റെ നിത്യേനയുള്ള സ്കൂളിലെ കാര്യങ്ങളോ അതല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളിൽ ഉള്ളതിനെക്കാട്ടിൽ ആത്മാർത്ഥത കാണിച്ചിരുന്നത് നിത്യേന ശാഖയിൽ പോകുന്നതിനാണ് എന്നാണ് അദ്ദേഹത്തെ പറ്റി എഴുതിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ തന്നെ വിവരിക്കുന്നത്. 1971 ഞാൻ ഈ നിൽക്കുന്ന റേഷൻ ബാഗിലെ കാര്യാലയത്തിൽ അദ്ദേഹം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഈ തൃതീയ വർഷ സംഘശിക്ഷാ വർഗ് കഴിഞ്ഞു. അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട 4 ക്യാമ്പുകളാണുള്ളത്. ഒന്ന് ITCയിൽ തുടങ്ങുന്ന 7 ദിവസത്തെ പ്രാഥമികമായ ക്യാമ്പുണ്ട്. അതിനുശേഷം പിന്നീട്
3 OTC ക്യാമ്പുകൾ നടക്കും. അതിൽ ഏറ്റവും ഏറ്റവും അവസാനം നടക്കുന്നത് ഈ കാണുന്ന എനിക്ക് പിന്നിലുള്ള ഈ കാര്യാലയത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന 25 ദിവസത്തെ ക്യാമ്പാണ്. അതിനെ തൃതീയ വർഷ സംഘശിക്ഷാ വർഗ് എന്ന പേരിലാണ് ആ ക്യാമ്പ് അറിയപ്പെടുന്നത്. അത് 1971 നരേന്ദ്രമോദി ഈ ക്യാമ്പ് കഴിയുന്നുണ്ട്. അതിനുശേഷം 72 അദ്ദേഹം സംഘത്തിന്റെ പ്രചാരകനായി മാറുകയാണ്. 1978 അദ്ദേഹം വിഭാഗ് പ്രചാരകനായി മാറി. വിഭാഗ് പ്രചാരക് എന്ന് പറയുമ്പോൾ സംഘത്തിന്റെ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ ഈ സംഘ ജില്ലകൾ 2ഓ 3ന്റെ ഒക്കെ ചുമതല വരുന്നത്, അതായത് ഒരു പ്രത്യേക റീജിയനെയാണ് നമ്മൾ വിഭാഗ് എന്ന് പൊതുവെ സംഘത്തിന്റെ ഭാഷയിൽ പറയാറുള്ളത്. അങ്ങനെ 1978 ആകുമ്പോൾ അദ്ദേഹം വഡോദരയുടെ വിഭാഗ് പ്രചാരകാകുകയും 1980 അദ്ദേഹം സംഭാഗ് പ്രചാരക് എന്ന കുറച്ചുകൂടി വലിയ പദവിയിലേക്ക് എത്തുകയും ചെയ്തു. അങ്ങനെ 1972 സംഘത്തിന്റെ പ്രചാരകായ നരേന്ദ്രമോദി 1987 വരെ അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ തന്നെ പ്രചാരകനായി പ്രവർത്തിച്ചു. അതിനുശേഷവും സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നരേന്ദ്രമോദി പിന്നീട് BJPയിലേക്ക് പോകുന്നത്. 1987 ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയായി RSS തന്നെ നരേന്ദ്രമോദിയെ നിയോഗിക്കുകയായിരുന്നു. അതിനുശേഷമുള്ള ചരിത്രം നമുക്കറിയാവുന്നതാണ്. BJP ഗുജറാത്തിൽ അധികാരം പിടിക്കുന്നതൊക്കെ അതിനുശേഷമാണ്. 1987 ഗുജറാത്തിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയായി നരേന്ദ്രമോദി എത്തുന്നു. അതേ വർഷത്തിൽ തന്നെ നടക്കുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ BJP വലിയ വിജയം നേടുന്നുണ്ട്. അത് കഴിഞ്ഞ് 1990 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും BJP 67 സീറ്റുകൾ 182 അംഗ ഗുജറാത്ത് നിയമസഭയിൽ 67 സീറ്റുകൾ നേടിക്കൊണ്ട് ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായി BJP ശരവേഗത്തിൽ ഗുജറാത്തിൽ വളരുകയാണ്. ആ വർഷം ജനതാദളുമായി ചേർന്ന് BJP ഗുജറാത്തിൽ ആദ്യമായി സർക്കാർ രൂപീകരിച്ചു. അതായത് BJPക്ക് ഒരു ഉപമുഖ്യമന്ത്രി ആദ്യമായി ഗുജറാത്തിൽ ഉണ്ടാകുന്നത് 1990 കേശുഭായ് പട്ടേൽ. അതിനുശേഷം 1995 ആകുമ്പോഴേക്കും 121 സീറ്റുകൾ നേടിക്കൊണ്ട് BJP ഗുജറാത്തിന്റെ മണ്ണിൽ ആദ്യമായി അധികാരം പിടിക്കുകയാണ്. ഓർക്കുക, 1987 രാഷ്ട്രീയ സ്വയംസേവക സംഘം അദ്ദേഹത്തെ ഗുജറാത്തിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി ആക്കുന്നു. 1990 ആകുമ്പോഴേക്കും അവിടെ കേശുഭായ് പട്ടേൽ BJPയുടെ ഉപമുഖ്യമന്ത്രിയായി വരുന്നുണ്ട്, സർക്കാരിന്റെ ഭാഗമാകുന്നുണ്ട്. 1995 ആകുമ്പോഴേക്കും കേശുഭായ് പട്ടേൽ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി BJPയോട് അധികാരം പിടിച്ചു. അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു വന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ് നരേന്ദ്രമോദി എന്ന വ്യക്തിയിലെ സംഘാടകനെ ഉയർത്തിയത്. അദ്ദേഹത്തെ ഒരു സ്വയംസേവകമായി വളർത്തിക്കൊണ്ട് വന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ദേശീയ ബോധം ഉണർത്തി ഒരു മികച്ച കാര്യകർത്താവായി പിന്നീട് BJP എന്ന സംഘടനയ്ക്ക് സംഘം അദ്ദേഹത്തെ നൽകി. പിന്നീട് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയും ഭാരതത്തിന്റെ 14ാമത്തെ പ്രധാനമന്ത്രിയും ഒക്കെ ആയി എന്നതാണ് ചരിത്രം. രോഹിത്.